ഈ വർഷത്തെ വനദേവത എന്ന ടൈറ്റിലിന് ഉടമ. കൊച്ചിയിലെ അറോറ ഫിലിം കമ്പനി തൃശൂരിൽ സംഘടിപ്പിച്ച മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ മത്സരത്തിലാണ് വനദേവത എന്ന പട്ടത്തിന് അനു പ്രശോഭിനി അർഹയായത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഗോത്ര വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നതും വിജയിയാകുന്നതും. അനു പ്രശോഭിനി പാലക്കാട് മോയൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അറോറ ഫിലിം കമ്പനി നടത്തിയ മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ മത്സരത്തിൽ ഫോറസ്റ്റ് ഗോഡസ് എന്ന വിഭാഗത്തിൽ ഇത്തവണത്തെ ടൈറ്റിൽ വിന്നർ അട്ടപ്പാടിയിൽ നിന്നുള്ളൊരു കുട്ടിയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗമായ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള അനുപ്രശോഭിനിയാണ് ഈ വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. അനു, ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കുട്ടി ഇങ്ങനെ വരുന്നതും ഇങ്ങനെ ഒരു മത്സരത്തിൽ വിജയമാവുന്നത് എന്ത് തോന്നുന്നു? എന്താണ് ഇതിൽ നിന്ന് നൽകുന്നൊരു മെസ്സേജ്? ഫസ്റ്റ് വൺ വളരെ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒരു നന്ദി പറയേണ്ടത് അറോറ ഫിലിം കമ്പനിക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഡയറക്ടറായ രോഹിത് സാറിനുമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. എങ്ങനെയാ ഈ ഒരു ഫീൽഡിലേക്ക് ഒരു താല്പര്യം വരുന്നത് തുടക്കത്തിൽ? അത് അച്ഛനെ കണ്ടിട്ടാണ്. കാരണം അച്ഛൻ സിനിമ ഫീൽഡിലാണ്, കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര ആക്റ്റീവാണ് കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അവരെ കണ്ട് ചെറുപ്പം മുതലേ വളർന്നുകൊണ്ട് ഡാൻസ് ആയാലും പാട്ടായാലും മിമിക്രി ആയാലും ഏതിലായാലും ഭയങ്കര താല്പര്യമാണ്, കലാ ഫീൽഡുകളിൽ എല്ലാത്തിലും. പിന്നെ സിനിമയിലേക്കുള്ള ഒരു മോഹം വരുന്നത് അച്ഛൻ സിനിമ ഫീൽഡിലുള്ളതുകൊണ്ടൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരിത്. പിന്നെ എനിക്ക് ആക്ടിങ് ഭയങ്കര താല്പര്യമുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെ അച്ഛനാണ് ശരിക്കും റോൾ മോഡൽ. ഈ ഒരു ഞങ്ങളുടെ ഒരു സമൂഹം, ഈ ഗോത്ര സമൂഹത്തിൽ നിന്ന് മോഡലിംഗ് ഫീൽഡിലേക്ക് വരുന്നത് തീരെ കുറവാണ്. തീരെ കുറവെന്ന് പറഞ്ഞാൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കൊരു ചരിത്രം കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ഒരു ഹാപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചരിത്രം കുറിച്ച് കഴിയുമ്പോൾ എൻ്റെ സമൂഹത്തിലുള്ള എന്നെ പോലെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു മോട്ടിവേഷനാണ്. ഞാൻ അവർക്കൊരു മാതൃകയായിട്ട് മാറും. ഈ മോഡലിംഗ് ഫീൽഡിൽ തന്നെയാണോ, സിനിമ മോഹം തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലും കൂടി ആഗ്രഹങ്ങളുണ്ടോ? എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ സയൻസ് എടുത്തിരിക്കുന്നതുകൊണ്ട് നീറ്റും ചെയ്യുന്നുണ്ട്, LLBയും കൂടി ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ +2 പാസ്സായി കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എടുത്തിട്ട് ഇംഗ്ലീഷ് പ്രൊഫസർ ആവാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനൊരു ജോലി വേണം ഉള്ളതാണ്. അപ്പോൾ പ്രൊഫസറാണെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സൈഡായിട്ട് സിനിമ ഫീൽഡിൽ ഒരു ആക്ടറായിട്ട് നല്ലൊരു ആക്ടറായിട്ട് അഭിനയിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ആങ്കറിങ് ചെയ്യാനും ഭയങ്കര താല്പര്യം. തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ അല്ലേ? ആ സിനിമയെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയാനന്ദൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. ദബാരിക്കുരുവി എന്ന് പറഞ്ഞ സിനിമയാണത്. ഈ ഒരു മത്സരത്തിന് വന്ന ആ ഒരു വഴി എങ്ങനെയാണ്? അതായത് മത്സരത്തിലെത്തി ഏതൊക്കെ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു അംഗീകാരം നേടാൻ കഴിഞ്ഞത്? ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഓൺലൈൻ ഓഡീഷനായിരുന്നു. ഓൺലൈൻ ഓഡീഷനിലൂടെ നമ്മൾ സെലക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മിസ് കേരള ഫിറ്റ്നസ് ഫാഷനിലേക്ക് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മൾ ഗ്രൂമിങ്ങിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ 4-5 ഡേയ്സ് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം. അപ്പോൾ സ്റ്റേ ചെയ്തതിന് ശേഷം ഗ്രൂമിംഗ് ഒക്കെ ഭയങ്കര എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, മറക്കാൻ പറ്റാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡാലു സാറ് നല്ല സപ്പോർട്ടീവായിരുന്നു. ഈ ഒരു ഫീൽഡിൽ നിന്ന് ഞാൻ വന്നുകൊണ്ട് എന്നെ ഒരുപാട് സഹായിച്ചു. എങ്ങനെ റാമ്പ് വാക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പോസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ഗ്രൂമിങ് സീസണിൽ. അനു പറഞ്ഞതുപോലെ അനുവിന്റെ അച്ഛൻ സിനിമാ മേഖലയിലുള്ള ഒരാളാണ്. പേര് പളനിസ്വാമി. അയ്യപ്പനും കോശിയും എന്ന ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആ അയ്യപ്പനും കോശിയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടക്കക്കാരൻ ഇദ്ദേഹമാണ്. ഫൈസൽ എന്നാണ് ചിത്രത്തിൽ കഥാപാത്രത്തിന്റെ പേരില്. എങ്ങനെയാണ് അതിനെ കുറിച്ച് എന്ന് പറയാം? നമുക്ക് ചെറുപ്പം മുതലേ, എനിക്ക് ഇതേപോലെ ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. വളരെ ചെറുപ്പത്തിൽ. അപ്പം അട്ടപ്പാടിയിലൊക്കെ നമുക്ക് വളരെ സാധ്യത വളരെ കുറവല്ലേ. അപ്പം ആ തുടക്കത്തിൽ ഒരു 3-4 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പഴശ്ശിരാജ, ഭാഗ്യത, അങ്ങനെ. അപ്പോൾ എന്നെ കണ്ടിട്ടാണ് മകളും കണ്ട് വളർന്നത്. അപ്പം ഇങ്ങനെ അയ്യപ്പൻ കോശി സിനിമ സച്ചി സാർ അട്ടപ്പള്ളി വന്നപ്പോൾ നമുക്ക് നല്ലൊരു ക്യാരക്ടർ വേഷം തന്നു. അയ്യപ്പൻ കോശി സിനിമയിൽ ഒരു 3 മാസത്തോളം വർക്ക് ചെയ്യാൻ പറ്റി. പൃഥ്വിരാജ് സാറും ബിജുമേനോൻ സാറും ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ അതിൽ നമുക്കൊരു അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ JN ഏട്ടനൊക്കെ നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമ ഫീൽഡിൽ വന്നു. അതിനുശേഷം നമ്മുടെ റോഷൻ ആൻഡ്രൂസ് സാർ നമ്മളെ വിളിച്ചിട്ട് സല്യൂട്ടിൽ നിന്ന് പടത്തിൽ അതിലൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകൾക്ക് ചെറുപ്പം മുതൽ ഫാഷനോടും ഇങ്ങനെ മോഡലിങ്, അങ്ങനെ ആക്ടിങ്, ഇതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ നന്നായിട്ട് സംസാരിക്കും മോളിങ്ങനെ. അപ്പോൾ അങ്ങനെ തന്നെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ മോള് തുടങ്ങിയിട്ടുണ്ട്, അട്ടപ്പാടി കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഫാഷൻ ഷോ വരുന്നു പറഞ്ഞപ്പോൾ മോളോട് പറഞ്ഞപ്പോൾ റെഡിയും പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മളെ
എല്ലാവരോടും സംസാരിച്ച് ഭാര്യയ്ക്ക് ഓക്കെയാണ് എല്ലാം സംസാരിച്ച് നമ്മൾ ഇവിടെ എത്തിച്ചു. പക്ഷേ ഒരുപാട് ഈ അറോറ ഫിലിം കമ്പനിയും രോഹിത് സാറൊക്കെ ഒരുപാട് നല്ല സപ്പോർട്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ വന്നതുകൊണ്ട് നന്നായിട്ട് തുടക്കം നല്ല സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളിങ്ങനെ ഭയങ്കര ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇതുവരെ എത്താൻ പറ്റിയത്. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ. ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പേടിയുള്ള സംഭവമാണ്. ഒരു കുട്ടികളൊക്കെ സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇന്നലെ കണ്ടപ്പോൾ വേദിയിൽ ഒന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മിസ് കേരള ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഒരു മെഡൽ കിട്ടിയപ്പോൾ. അട്ടപ്പാടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല, വലിയ ഉയരങ്ങളിലേക്ക് പറക്കാനാണ് അനു ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമെന്നോണമാണ് ഈ സമ്മാനത്തെ കാണുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ബ്രേക്കിംഗ് ഹൗസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി കാണാം. വാർത്തകൾ ഇതുവരെയിൽ ദിവീഷ് ചേരും. നമസ്കാരം. Special Wednesday brought to you by Sunny Diamond.